PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 28 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് കൂടാതെ ഒരു പുതിയ സീരീസ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അതായത് മോക്ക് ടെസ്റ്റുകൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തൊഴിൽ വാർത്തയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഉൾപ്പെടുത്തണം, അതായത് ഒരു എക്സാമിൻ്റെ രീതിയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒന്ന് വിലയിരുത്തൽ കൂടി നടത്താൻ സാധിക്കും. അത്തരത്തിലൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ലൈവായിട്ടോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും, വേണോ അതോ ആവശ്യമില്ല, അതൊന്നും താല്പര്യമില്ല എന്നാണോ അതോ വേണമെന്നാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലൊരു പോസ്റ്റായിട്ട് തന്നെ പോളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലായിട്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, നാൽക്കാലികളിലും താഴെയെന്നോ ഇക്കാണും മനുഷ്യ സോദരന്മാർ, ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇതു നിൽക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ, എന്തോരാൾക്കാരാണു നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ഏത് കൃതിയിലെ വരികളാണിവ? ജാതിക്കുമ്മി. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മിയിലെ വരികളാണ് കേട്ടോ. എന്താണ് വരികൾ? നാൽക്കാലികളിലും താഴെയെന്നോ ഇക്കാണും മനുഷ്യ സോദരന്മാർ, ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇതു നിൽക്കാറായില്ലേ യോഗപ്പെണ്ണെ, എന്തോരാൾക്കാരാണു നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ഏത് കൃതിയിലെ വരികളാണിവ? ജാതിക്കുമ്മി. നെക്സ്റ്റ് പോയിന്റ്, ജാതി വിവേചനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക തിന്മകൾ ഏവ? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാര വിലക്ക്. ജാതി വിവേചനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക തിന്മകൾ ഏവ? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാര വിലക്ക്. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന ആരാണ് വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്? വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന ആരാണ് വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠ സ്വാമികൾ. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനത്തിനുമെതിരെ പോരാടിയ ആരാണ് കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനായി അറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനത്തിനുമെതിരെ പോരാടിയ ആരാണ് കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനായി അറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചതാര്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചതാര്? ശ്രീനാരായണ ഗുരു. അരുവിപ്പുറത്ത് പ്രസിദ്ധമായ ശിവപ്രതിഷ്ഠ നടത്തിയതാര്? ശ്രീനാരായണ ഗുരു. അരുവിപ്പുറത്ത് പ്രസിദ്ധമായ ശിവപ്രതിഷ്ഠ നടത്തിയതാര്? ശ്രീനാരായണ ഗുരു. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ശ്രീനാരായണ ഗുരു വിശേഷിപ്പിച്ച ക്ഷേത്രം ഏത്? അരുവിപ്പുറം ക്ഷേത്രം. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ശ്രീനാരായണ ഗുരു വിശേഷിപ്പിച്ച ക്ഷേത്രം ഏത്? അരുവിപ്പുറം ക്ഷേത്രം. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ P. പൽപ്പു, TK മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ സ്വാധീനിച്ചത് ആരുടെ ദർശനങ്ങളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ P. പൽപ്പു, TK മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ സ്വാധീനിച്ചത് ആരുടെ ദർശനങ്ങളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമായത് SNDP യോഗം. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? SNDP യോഗം. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന ആരാണ് അവശതയനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാമൂഹിക പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന ആരാണ് അവശതയനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്ത ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയത്? ചട്ടമ്പിസ്വാമികൾ. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്ത ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയത്? ചട്ടമ്പിസ്വാമികൾ. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി.
അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയതാര്? അയ്യങ്കാളി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയതാര്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകനാര്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകനാര്? അയ്യങ്കാളി. തിരുവിതാംകൂറിൽ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രമുഖ വ്യക്തിയാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിൽ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രമുഖ വ്യക്തിയാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരം വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിനെതിരെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് 1924 മാർച്ച് 30. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിനെതിരെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം നയിച്ച പ്രമുഖർ ടി.കെ. മാധവൻ, കെ.കെ. എളപ്പൻ, കെ.പി. കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹം നയിച്ച പ്രമുഖർ ടി.കെ. മാധവൻ, കെ.കെ. എളപ്പൻ, കെ.പി. കേശവമേനോൻ. ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം ആരുടെ മധ്യസ്ഥതയിലാണ് അവസാനിച്ചത്? മഹാത്മാഗാന്ധിയുടെ. ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം ആരുടെ മധ്യസ്ഥതയിലൂടെയാണ് അവസാനിച്ചത്? മഹാത്മാഗാന്ധിയുടെ. വൈക്കം ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടതെന്ന് 1925 നവംബർ 23. വൈക്കം ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, അതായത് കിഴക്കേ നടയിലേക്കുള്ള 2 പാതകളൊഴികെ, ഹിന്ദുമതത്തിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടതെന്ന് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി ആരുടെ നേതൃത്വത്തിലാണ് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത്? മന്നത്ത് പത്മനാഭൻ്റെ. വൈക്കം സത്യാഗ്രഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ആരുടെ നേതൃത്വത്തിലാണ് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത്? മന്നത്ത് പത്മനാഭൻ്റെ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി പോയിന്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക് യു.